ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്ത തിരുനാളിൽ നമ്മൾ ഏറെ അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ റൂഹായെ ഞങ്ങളൊന്ന് നിറയണമേ, ഞങ്ങളെ സ്വന്തമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. എപ്പോഴാണ് പരിശുദ്ധ റൂഹായെ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഏതെങ്കിലും ധ്യാന അവസരങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദൈവാനുഭവം ഉണ്ടാകുന്ന അവസരങ്ങളിലൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയത്, റൂഹ നമ്മൾ നിറഞ്ഞതെന്നൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ അത് തെറ്റിദ്ധാരണയാണ്. ഈശോ പരിശുദ്ധ റൂഹായെ ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പോയത് സഭയുടെ ആത്മാവായിട്ടാണ്. സഭയുടെ ആത്മാവാണ്. സഭയ്ക്കാണ് ഈശോ പരിശുദ്ധ റൂഹായെ നൽകിയിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി സഭയിൽ അംഗമാകുന്ന അവസരത്തിൽ അവൻ സൗജന്യമായി സ്വീകരിക്കുന്നതാണ് പരിശുദ്ധ റൂഹായെ. അതെപ്പോഴാണ് ഒരു വ്യക്തി സഭയിൽ അംഗമാകുന്നത്? അത് മാമോദിസ വേളയിലാണ്, തൈലാഭിഷേകത്തിന്റെ സമയത്താണ്. അതുകൊണ്ട് പരിശുദ്ധ റൂഹ ഒരു വ്യക്തിയിൽ വാസമുറപ്പിക്കുന്ന ഒരു വ്യക്തി ഈ പരിശുദ്ധ റൂഹായുടെ വാസസ്ഥലമായിട്ട്, ദൈവത്തിന്റെ ആലയമായിട്ട് മാറ്റപ്പെടുന്ന നിമിഷം എന്ന് പറയുന്നത് മാമോദിസായുടെ അവസരമാണ്. പലപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടുകൂടി മാമോദിസായൊക്കെ കാണാറുണ്ട്, ഒരു ഫംഗ്ഷൻ എന്ന നിലയിലോ ഒരു ഒത്തുചേരലിന്റെ അവസരം എന്ന നിലയിലോ. പക്ഷേ സംഭവിക്കുന്ന വലിയൊരു അത്ഭുതമാണ്. ഒരു സാധാരണ ഒരു മനുഷ്യ വ്യക്തി, ഒരു മനുഷ്യ ശരീരം പരിശുദ്ധ റൂഹായുടെ ആലയമായിട്ട് മാറുന്ന, ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് മാറുന്ന, സഭയിൽ അംഗമാകുന്ന ഒരു വലിയ സമയമാണ് മാമോദിസ എന്ന് പറയുന്നത്. നമ്മുടെ മാമോദിസയെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ മാറാം. ഒരു ഹോംവർക്ക് എന്ന നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മാമോദിസ സ്വീകരിച്ച ഡേറ്റ് ഒന്ന് കണ്ടെത്തുകയും, പരിശുദ്ധ റൂഹായിൽ നമ്മൾ ജനിച്ച ആ ദിവസം, നമ്മുടെ മാതാപിതാക്കൾക്ക് ശാരീരികമായി ജനിച്ച ആ ദിവസം പോലെ തന്നെ സഭയിൽ നമ്മൾ ജനിച്ച, പരിശുദ്ധ റൂഹായിൽ പുതുജീവൻ പ്രാപിച്ച ആ ദിവസം കൂടി ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും മാമോദിസ എന്ന കുദാശയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യേണ്ട അവസരമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ധ്യാനങ്ങളെ അല്ല അവസരങ്ങളിലൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു ഉണർവ്, അതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മാമോദിസായിലൂടെ, തൈലാഭിഷേകത്തിലൂടെ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തോട് നമ്മൾ സഹകരിച്ചു തുടങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു പ്രകടനം മാത്രമാണ്. കുറച്ചുകൂടെ ലളിതമാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ കട്ടൻ കാപ്പിയിലോ ചായയിലോ പഞ്ചസാര യൂസ് ചെയ്യാറുണ്ട്. പഞ്ചസാര അതിലിട്ടു എന്നതുകൊണ്ട് മാത്രം അതിന് മധുരം കിട്ടണം നിർബന്ധമില്ല, അത് ഇളക്കണം. ഈ മാമോദിസായിലൂടെ, തൈലാഭിഷേകത്തിലൂടെ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധ റൂഹ നമ്മുടെ വളരെ നിർജീവമായിട്ടുള്ള ജീവിതം കൊണ്ട് ആത്മീയമായ തലത്തിൽ ഒരുങ്ങാൻ തയ്യാറാകാത്ത ആ ജീവിതം കൊണ്ട് നമ്മളിൽ അലിഞ്ഞില്ലാതായി തീർന്ന് പോയേക്കുന്ന, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന പരിശുദ്ധ റൂഹ ഉജ്ജ്വലിക്കുന്ന സമയങ്ങളാണ് ഇങ്ങനെയുള്ള ദൈവാനുഭവത്തിന്റെ അവസരങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ച സമയം മാമോദിസായാണ്. തൈലാഭിഷേകത്തിലൂടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സ്വന്തമായിട്ട് മാറിയത്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാമോദിസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധ റൂഹ നമ്മളിൽ ഉജ്ജ്വലിക്കാൻ ഈ നമ്മുടെ പ്രാർത്ഥനകളും ഈ ഒരുക്കവും ഈ പെന്തക്കോസ്ത ദിനവും നമ്മളെ സഹായിക്കട്ടെ. അതിന് നമ്മെ ഈശോ സഹായിക്കട്ടെ. ആമേൻ.